ഞാനല്ലല്ലോ പെടുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. ഞാനല്ലെങ്കിൽ ഇത്ര വരെ MLA ആയിട്ട് ഇരുന്ന അതേ കസേരയിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതല്ലേ പാർലമെൻ്ററി വ്യാമോഹം അല്ലാന്ന് ഇവർ പറയട്ടെ. നിങ്ങൾക്ക് തളിപ്പറമ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച TK ഗോവിന്ദൻ മാഷെ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് CPM തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാഷിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ ഇതിനകത്തിപ്പോൾ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകേണ്ടാത്ത തരത്തിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചു, അതുകൊണ്ട് TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം കാര്യത്തിന് നമ്മുടെ പാർട്ടിയുടെ ഒരു രീതി വെച്ച് കാരണം കാണിക്കണമെന്നില്ല. കാരണം ഞാൻ പരസ്യമായി തന്നെ പാർട്ടിയുടെ തീരുമാനത്തിനെതിരായി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ കാരണം കാണിച്ച് അതിൻ്റെ വിശദീകരണം കൊടുത്ത് വിശദീകരണം ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും അതിലില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് അവർ ചെയ്തിട്ടുണ്ട്, ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ പാർട്ടി ഇത്രയും കാലം പാർട്ടിയിൽ നിന്ന ആളാണല്ലോ, നേതൃത്വം കൊടുത്ത ആളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം, സംഘടനാ രീതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സംഘടനാ രീതി വെച്ച് തന്നെ പുറത്താക്കി, ഒരു കുഴപ്പമില്ല. പാർലമെൻ്ററി ദുര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അത് പറഞ്ഞവരുടെ മനോനില പരിശോധിക്കേണ്ടതാണ്. കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് ഈ പാർട്ടി സംഘടന രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിരവധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഈ അവസാനിക്കാൻ വേണ്ടി പോകുമ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞ ഈ മഹാന്മാരുടെ ബോധം നേരത്തെ പറഞ്ഞ മാതിരി തല പരിശോധിക്കേണ്ട ബോധമാണ്. കാരണം എന്താ പാർലമെൻ്ററി വ്യാമോഹം പറയട്ടെ. അതായത് ഇപ്പോൾ നടന്ന സംഭവം തന്നെ പറയാം. EMS പാർലമെൻ്ററി വ്യാമോഹത്തെക്കുറിച്ച് EMS പറഞ്ഞൊരു കാര്യമുണ്ട്. അവനവന് സ്ഥാനാർത്ഥിയാവുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ളതല്ല, സ്വന്തം ഭാര്യയെയും മക്കളെയും മത്സരിപ്പിക്കുക, അതും അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ മത്സരിപ്പിക്കുക, ഇതെല്ലാം പാർലമെൻ്ററി വ്യാമോഹമാണ്. ഇതാണ് EMS പറഞ്ഞത്. അത് MB ഞാൻ അറിയാതിരിക്കണ്ടല്ലോ, അറിയാതിരിക്കില്ലല്ലോ. MB ഗോവിന്ദൻ മാഷ് നന്നായിട്ട് അറിയാലോ. അപ്പോൾ ഭാര്യയെ താനല്ലെങ്കിൽ തൻ്റെ ഭാര്യ, ഇനി അതുമില്ല തൻ്റെ മക്കൾ, ഇനി അതുമില്ലെങ്കിൽ എൻ്റെ സുഹൃത്ത്, ഇതെല്ലാം പാർലമെൻ്ററി വ്യാമോഹമാണ്. ഈ കാണിച്ചത് ഞാനല്ലല്ലോ, ഇത് കാണിച്ചത് EMS പറഞ്ഞ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ നിർവചനത്തിൽ ഞാനല്ലല്ലോ പെടുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. ഞാനല്ലെങ്കിൽ ഇത്ര വരെ MLA ആയിട്ട് ഇരുന്ന അതേ കസേരയിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതല്ലേ പാർലമെൻ്ററി വ്യാമോഹം അല്ലാന്ന് ഇവർ പറയട്ടെ. നിങ്ങൾക്ക് ഈ സത്യം പുറത്തു വരാൻ കുറേ താമസമെടുക്കും. നുണ വേഗത്തിൽ വരും. കാരണം അതിലങ്ങനെ പറഞ്ഞിട്ട് നുണ വേഗത്തിൽ വരും. സത്യം ഇതിനെ ചുറ്റിപ്പിടിച്ച് വരുമ്പോഴേക്ക് കാര്യങ്ങൾ നുണ കൈവശപ്പെടുത്തും. എന്ന പോലെ നിങ്ങൾക്ക് നുണ പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സഖാക്കളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഈ സത്യം പുറത്തു വരും.